മനുഷ്യനാവും. എന്നെപ്പോലെ ആവണം ധൈര്യത്തിൽ പറയാം. എന്നെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം ആവണം എന്നല്ല, ആണാ സ്വഭാവമാണ്. വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടാത്തൊരു സാധനമുണ്ട്, ക്വാളിറ്റി എന്ന് പറഞ്ഞത്. അതാണ് വീട്ടിൽ നിന്ന് കിട്ടേണ്ടത്. അത് കിട്ടിയ കുട്ടി ഭയങ്കര സംഭവമാവും. എല്ലാവരുടെ കയ്യിലും പേപ്പർ കിട്ടിക്കഴിഞ്ഞാ ഒരു പേപ്പർ നിൽക്കുക. ഓക്കെ, എനിക്ക് ബാക്കി പറയണമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു സാധനം ചെയ്യിപ്പിക്കണോ? എഴുതാനില്ല, പേടിക്കണ്ട, പരീക്ഷ അല്ല, പേപ്പർ ഒന്ന് പൊക്കി പിടിച്ചാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ കിട്ടിയിട്ടില്ലേ? ഒരു പേപ്പർ കൊടുക്കി. നിങ്ങൾ എല്ലാവരും കയറിക്കോളി, ആ താത്തി പിടിച്ചോളി. ശ്രദ്ധിക്കുക, ഞാൻ പറയണ പോലെ ചെയ്യുക. ഒരു കാര്യമുണ്ട്, കുട്ടികളോട് പറഞ്ഞ പോലെ അടുത്തുള്ള ആൾക്ക് നോക്കി കോപ്പി അടിച്ചിട്ട് രണ്ടാളത് കൂടി തെറ്റിക്കരുത്. നിങ്ങളത് സ്വന്തം തെറ്റിച്ചാൽ മതി. പിന്നെ ഇനി അത്യാവശ്യമുള്ളവർക്ക് ഞാൻ ചെയ്യണ നോക്കി ചെയ്യാം, പക്ഷെ അവസാനം ഞാനാണ് പേപ്പിച്ചതെന്ന് പറയരുത്. റെഡി അല്ലേ? ഓക്കെ, ഞാൻ പറയണത് ഞാൻ മേലെ കയറിക്കുന്ന എല്ലാവർക്കും കാണാം. ഞാൻ പറയണത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണം അതേപോലെ ചെയ്യും. എവിടെ ഉള്ളതും ചെയ്തോളിട്ടാ. നിങ്ങളെ കയ്യിലുള്ള പേപ്പർ സെന്റർ മടക്കുക. ഒരു പേപ്പർ 3 ടൈപ്പിൽ മടക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ തോന്നണം അങ്ങനെ മടക്കാം. ഞാൻ ചെയ്യണമൊക്കെ നോക്കി ചെയ്തോളി. സെന്റർ മടക്കുക. പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പിടിക്കേണ്ട. നിങ്ങൾ എങ്ങനെ പിടിച്ചാൽ അങ്ങനെ പിടിക്കുക. എല്ലാവരും പെട്ടെന്ന് ചെയ്യുക. ഈ സെന്റർ മടക്കിയ പേപ്പറിന്റെ വലത്തേ സൈഡില് മേൽഭാഗത്തുനിന്ന്, വലത്തേ സൈഡില് മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറി ഒഴിവാക്കുക. ഒരു കഷ്ണം കീറി ഒഴിവാക്കുക. അത് കളഞ്ഞോളിട്ടാ. അത് കീറി കഴിഞ്ഞാല് വലത്തേ സൈഡിൽ മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക. പേപ്പർ മടക്കി കിടിക്കോളി. കീറി കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ മടക്കുക. വീണ്ടും സെന്റർ മടക്കുക. ഈ സൈഡിൽ സ്റ്റേജിലും ആൾക്കാരുണ്ടായതുകൊണ്ട് കീറി കഴിഞ്ഞാൽ വീണ്ടും സെന്റർ മടക്കുക. ദെൻ പേപ്പറിന്റെ വലത്തേ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക. താഴ്ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറി ഒഴിവാക്കുക. മൈക്കോടെ കുറച്ച്. ഓക്കെ, ഇത് കീറി കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ മടക്കുക. വീണ്ടും സെന്റർ മടക്കുക. ഇപ്പൊ നമ്മൾ 2 പ്രാവശ്യം കീറിയത് വലത്തേ സൈഡാണ്. ഇനി ഇടത്തേ സൈഡിൽ മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക. ഇടത്തേ സൈഡ് മുകൾ ഭാഗത്തുനിന്ന് കഷ്ണം, അത് ശ്രദ്ധിച്ച് കീറിക്കോളി. അത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ മടക്കുക. ഇനി ഒരു സൈഡും കൂടി കീറാനുള്ളൂ. ഇടത്തേ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന് കീറുക. ബുദ്ധിമുട്ടുള്ളവർ ആരും കാണാതെ പല്ലിന്റെ സഹായമൊക്കെ തേടിക്കോളി, കുഴപ്പമില്ല. ഇടത്തേ സൈഡിൽ താഴ്ഭാഗത്തുനിന്ന്. ഇപ്പൊ നമ്മൾ 4 സൈഡും കീറിയിട്ടാണ്. 4 സൈഡും കീറിയില്ലേ? ഒന്നുകൂടെ മടക്കിയിട്ട് കീറാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നെ തല്ലും, ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പേപ്പർ നിർത്തിക്കോളി. നിർത്തിയിട്ട് ആ പേപ്പർ ഒന്ന് പൊക്കി പിടിച്ചാണ്. എല്ലാവരും പൊക്കി പിടിക്കും. നേരത്തെ പൊക്കിക്കോളി. പൊക്കട്ടെ, താഴ്ത്തരുത്തിട്ടാ. ഇനി എല്ലാവരും പരസ്പരം നോക്കി. ചില ആൾക്കാർക്ക് പത്തായത്തിൽ കൂറ കയറിയ പോലെ ഉണ്ട്. പൊക്കിക്കോളി. ഇനി ഒന്ന് താത്തി, ജസ്റ്റ് ഒരട്ടം താത്തുക. അടുത്ത പൊക്കിണിന് മുന്നേ ഒരു ഓഫറാണ്. ഇവിടെയുള്ള ഏതെങ്കിലും 2 രക്ഷിതാവിന്റെ പേപ്പർ ഒരേപോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഞാൻ ഐഫോൺ തരും. 2 രക്ഷിതാവിന്റെ പേപ്പർ ഒരേപോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഐഫോണാണ്. പെട്ടെന്നിട്ടാ, ഒരു സമയമുണ്ട്, അതിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം. ഉള്ളൊരു നീറ്റിക്കുക. രണ്ടാമത് ഒരേപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നീറ്റിക്കുക. ഒരേപോലെ ഉണ്ടെങ്കിൽ നീറ്റുന്ന മതി. ഓക്കെ, എവിടെ 2 ആൾക്ക് കണ്ടുപോയോ കേട്ടാ. ബാക്കിയുള്ള കണ്ടുപിടിച്ചോളി. ഒരേപോലെ നിർത്തി പിടിച്ചാണ്. ഒരേപോലെ അല്ല, നിങ്ങൾ ഇതിന്റെ സെന്ററിൽ കട്ടുണ്ട്, ഇവിടെ കട്ടില്ല. ഇരിക്കി ഉണ്ടാ. ഹലോ, മതി, സമയം കഴിഞ്ഞ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം. ഇത്ര ആവേശം വേണ്ട. കാരണം എന്താ അറിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. 2 ആൾക്ക് ഒരേപോലെ ഉണ്ടെങ്കിൽ രണ്ടാൾക്കും ഐഫോൺ തരാന്ന് പറയും. ഞാൻ എന്താ പൊട്ടനാ? ഉണ്ടാവൂല, ഉറപ്പാണ്. അറ്റ്ലീസ്റ്റ് ആ ഹോളിന്റെ വലുപ്പെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഒറ്റ കാര്യം പറയട്ടെ, പേപ്പർ താഴ്ത്തി വെച്ചോളി. ഇനി ആവശ്യമില്ല, കളയണ്ടട്ടോ, വീട്ടിൽ കൊണ്ടുവെക്കുക, ഫ്രെയിം ചെയ്ത് വെക്കുക. മരിക്കണത് വരെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം. ഇത്ര നേരം ഞാൻ സംസാരിച്ച് ഞാൻ ഒരാൾ പറഞ്ഞത് കേട്ടിട്ടാ നിങ്ങൾ ചെയ്തതാണോ? അല്ലേ? എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ടിട്ടാ ചെയ്തത്, ഒരേപോലെ ചെയ്തത്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടോ വ്യത്യാസം ഉണ്ടല്ലേ? ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ 50 കുട്ടികൾ ഒരേപോലെ വരൂല. ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ 50 കുട്ടികൾ ഒരേപോലെ വരൂല. ഇനി കുട്ടീനോട് അപ്പുറത്തെ കുട്ടീന്റെ മാർക്ക് ചോദിക്കണതിന് മുന്നേ ഇപ്പൊ ചെയ്താണ്ട് ആലോചിച്ച് നോക്കിക്കൊണ്ടി.
ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഒരേപോലെ ആവണം ആദ്യം. എന്നിട്ട് എന്റെ കുട്ടീനോട് ചോദിക്കുക അന്റെ മാർക്ക് എന്തേ ഓന്റെ മാർക്കിന്റെ പോലെ ആവാഞ്ഞെന്ന്. മേലാ ചോദിക്കരുത്. ആവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പഠിപ്പിക്കുന്ന ടീച്ചർ ഒന്നാ, പഠിപ്പിക്കുന്ന കണ്ടന്റ് ഒന്നാ, റിസൾട്ട് ഒന്നാവൂല. ആവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒരേപോലെ വരണേന്ന്. നിങ്ങളൊക്കെ ചെയ്തത് ഒരേപോലെ.